കർത്താവ് ഹൃദയത്തിൽ ജനിക്കട്ടെ. മേ ദ ലോർഡ് ബി ബോൺ ഇൻ യുവർ ഹാർട്ട്. ഹൃദയത്തിൽ ദൈവം ഉണ്ടാകണം. മത്തായിയുടെ സുവിശേഷം 2:3 ഞാൻ എടുക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയെല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവിടെ നിർത്താം. അത് കേട്ടിട്ട്, എന്ത് കേട്ടിട്ട്? 3 വിദ്വാൻമാർ അവർ നക്ഷത്രത്തിൻ്റെ ചിഹ്നം കണ്ടിട്ട് രാജാവ് ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി. ഒരു രാജാവ് ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. അതിനാണ് ഈ രാജാവിനെ കാണാൻ, രാജാതിരാജാവാണ്. 3 വിദ്വാൻമാർ യേശുവിനെ കാണാനായിട്ട് യാത്ര പുറപ്പെട്ട് ഹെരോദാവിൻ്റെ അടുക്ക് വരികയാണ്. ഹെരോദാവിൻ്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലേക്ക് എത്തി. കിഴക്ക് നിന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ നിന്നാണെന്ന് പറയുന്നത്. വിദ്വാൻമാർ എത്ര പേരെന്ന് പറയുന്നില്ല. 3 പ്രസൻറ്റ് കൊടുത്തുകൊണ്ട് 3 പേരായിരിക്കണം. എന്തെങ്കിലും ആട്ടെ, എത്ര പേരെന്ന് എഴുതിയിട്ടില്ല. വിദ്വാൻമാർ നക്ഷത്രം ആകാശമണ്ഡലത്തിൽ കണ്ട്. ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, ഈ നക്ഷത്രം വാൽനക്ഷത്രം എന്ന് പറഞ്ഞാൽ വാല് പോലെ മീറ്ററൈറ്റ് അല്ല വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ സ്റ്റേബിളായിട്ട് ഒരു യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്ന നക്ഷത്രം, ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തോട്ട്. അത് വരുന്നത് അവർക്കറിയാമായിരുന്നു, വന്നത് എപ്പോഴെന്നുണ്ട്, എന്തിനാണ് വന്നതെന്ന് വരെ അവർക്കറിയാമായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം തൻ്റെ വിശ്വസ്തതയിൽ കുറേ പേർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടു. വിദ്വാൻമാർക്ക് അവർക്കിത് മനസ്സിലാക്കിയപ്പോൾ എവിടെയാണ് ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നത്, ഒരു രാജാവ് ജനിച്ചിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവർ എവിടം വരെ വന്ന് ഹെരോദ രാജാവിൻ്റെ കാലത്ത് യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ചു. യേശു. കിഴക്കെന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു എന്ന് അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർക്കറിയാം യഹൂദന്മാരുടെ രാജാവ് ഉണ്ടായതെന്ന് അവർക്ക് മനസ്സിലായത് എങ്ങനെയാണ്? വിദ്വാൻമാർക്ക് വിവേകമുണ്ടായിരുന്നു, പരിജ്ഞാനമുണ്ടായിരുന്നു, ദൈവീക വിസ്ഡമുണ്ടായിരുന്നു. അവർ മനസ്സിലാക്കിയിട്ട് രാജാവിന് ഒത്തതായിട്ടുള്ള കൊടുക്കേണ്ടതായിട്ടുള്ള പ്രസൻസ്, സമ്മാനങ്ങളുമായിട്ടാണ് അവർ യാത്ര തിരിക്കുന്നത്. അവരുടെ ഏക ലക്ഷ്യം ഈ രാജാവിനെ കാണണം. അതിനുള്ള മാർഗദർശനം ഒരു നക്ഷത്രമാണ്. നമ്മളിപ്പം ഗൂഗിൾ നോക്കി പോകുന്ന പോലെ അവിടെ ക്ലിയറായിട്ട് സ്വർഗത്തിൽ നിന്ന് നമുക്കൊരു ലക്ഷ്യമിട്ട് തന്നിരിക്കുകയാണ്, എങ്ങോട്ട് പോകണം എന്നുള്ളത്. അങ്ങനെ അവർ ഹെരോദാവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്. ചോദ്യം കേട്ടില്ലേ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഇപ്പം ഹെരോദ രാജാവെന്ന് പറയുന്ന റോമാ സാമ്രാജ്യത്തിൽ സീസറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇവിടെ രാജാവായിട്ട് രാജാവിൻ്റെ ഭാവത്തിലൊരു ഗവർണറായിട്ട് ഭരിക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജാവിൻ്റെ പദവിയിലിരിക്കുന്ന ഹെരോദ രാജാവിന് ഇവിടെ യഹൂദന്മാർക്ക് വേറൊരു രാജാവ് ഇവിടെ ഉണ്ടായി എന്ന് കേട്ടപ്പോൾ ഹെരോദാവ് അത് കേട്ടിട്ട് അവൻ ഭ്രമിച്ചു. നമുക്ക് മനസ്സിലാക്കാം, ഒരു രാജാവിന് വേറൊരു രാജാവ് ഉണ്ടാകുന്ന പിടിക്കത്തില്ലല്ലോ, കൊല്ലും, തീർത്തും കൊല്ലും. നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിൻ്റെ കൂടെ ഒരു വാക്യം കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് കേൾക്കണം. അതിനാണ് പറഞ്ഞത്, ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. എന്തിനാ യെരൂശലേം ഭ്രമിക്കുന്നത്? യെരൂശലേമിന് എന്തിനാ ഭ്രമമുണ്ടായത്? യെരൂശലേമിലെ ആളുകൾ ഇസ്രായേലിൽ ഒരു വീണ്ടെടുപ്പുകാരനുണ്ടാകുമെന്ന് സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? യെരൂശലേം ഭ്രമിച്ചെന്താ? അവിടെയുള്ള മൂപ്പന്മാരും പുരോഹിതനും മഹാപുരോഹിതനും അറിയാമായിരുന്നു ബേത്ലഹേം എന്ന സ്ഥലത്ത് തന്നെയാണ് യേശുക്രിസ്തു രക്ഷിതാവ്, രോഗരക്ഷിതാവ് ഉണ്ടാകുമെന്ന്. അവരാ വാർത്ത കേട്ടിട്ട് സന്തോഷിക്കുകയല്ല ചെയ്തത്. കാരണം 1, അവരുടെ സ്ഥാനമാനങ്ങൾക്കാണ് പ്രസക്തി. 1. 2, ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വലിയ പ്രശ്നമില്ലാതെ കഴിഞ്ഞു പോകുന്നു. ഇനിയിപ്പോൾ ഇവിടെ ഒരു രാജാവ് വന്നിട്ട് ഇവിടെ ഒരു വിപ്ലവം ഉണ്ടായാൽ ഇനി ഉള്ള സ്ഥാനമാനം കൂടെ പോകുമല്ലോ എന്നുള്ള ഭയം. നമ്മളെ ഇതൊക്കെ ഭരിക്കാറില്ലേ? നമ്മുടെ ഹൃദയത്തിൽ ഇതൊക്കെയാണ് ആത്മീകമായ സ്പിരിച്വൽ ജലസി വരുന്നു. രാജാവിന് മനസ്സിലായി വേറൊരു രാജാവ് ഉണ്ടായെന്ന്. എന്നാൽ യഹൂദന്മാരെന്തുകൊണ്ട് ഭയപ്പെട്ടു എന്ന് ചോദിച്ചാൽ
അവരുടെ ഹൃദയത്തിൽ അവരുടെ സ്ഥാനമാനങ്ങൾ പോകുമല്ലോ എന്നുള്ള പേടിയും, ഇവിടെ ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ ഒരു വലിയ വിപ്ലവമുണ്ടായിട്ട് ഇപ്പോൾ ഉള്ള സ്ഥിതി പോലും മാറിപ്പോകുമോ എന്നുള്ള ഭയവും ഉണ്ടാകുകയാണ്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടാകും. ക്രിസ്തു ജനിച്ചു എന്ന് ദൈവം തീരുമാനിച്ച സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. ഹെരോദാവ് ഉടനെ തന്നെ അവിടെയുള്ള മൂപ്പന്മാരെ, ആരാണ്? ശാസ്ത്രിമാരെ മഹാപുരോഹിതന്മാരെയും അപ്പം ഹെരോദാവിന് അറിയാമല്ലോ ഇത് പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന്. അവരുടനെ വിളിച്ചിട്ട് എല്ലാവരും കൂട്ടിവരുത്തി, ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ അവനോട്, യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. മീഖായിൽ 5:2 എഴുതിയിട്ടുണ്ട്, യഹൂദാ ദേശത്തിലെ ബേത്ലഹേമിൽ നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കറിയാം യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല ആര്? ബേത്ലഹേം. ഈ ബേത്ലഹേം എന്ന സ്ഥലമൊക്കെ നമ്മൾ വിചാരിക്കുന്ന പ്രാധാന്യമൊന്നും അന്നില്ല. ഇരുണ്ട ദേശങ്ങളിൽ ഒന്നായിട്ടാണ് ഇതൊക്കെ. സെബുലൂന്, നഫ്താലി, അവിടെ ഒന്നും വലിയ ജീവനും വെളിച്ചമൊന്നുമില്ല. അതൊക്കെ ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. പക്ഷേ ദൈവം പറയുന്നു എൻ്റെ മകൻ അവിടെ ഉണ്ടാകാൻ ദൈവം നിയോഗിച്ച് അയച്ചത് അവിടെയാണ്. അതുകൊണ്ടാണ് യഹൂദ ദേശത്തിലെ ബേത്ലഹേമേ നീ യഹൂദ പ്രഭു ഒട്ടും ചെറുതല്ല. ചെറുതായിട്ട് അവർ ചിന്തിക്കുന്നതിന് ദൈവം പറഞ്ഞു ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ, എൻ്റെ ജനത്തിനെ മേയ്പ്പാനുള്ള ഇടയൻ അല്ലെങ്കിൽ രാജാവ് അല്ലെങ്കിൽ തലവൻ നിന്നിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നതെന്ന് മീഖ 5:2 എഴുതിയിരിക്കുന്നു. അതിവിടെ നിവൃത്തിയാണ്. അപ്പം ഹെരോദാവിനത് കേട്ടിട്ട് പേടി. ഹെരോദാവ് പറയാം, വിദ്വാൻമാരെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. എപ്പോഴാണ് ഈ നക്ഷത്രം ഉണ്ടായത്? അപ്പോൾ യേശുക്രിസ്തു ജനിച്ചിട്ട് ആ ജന്മദിനത്തിൽ തന്നെ ആയിരിക്കണം എന്നല്ല വരണം. അവർ യാത്ര ചെയ്ത് ഈ നക്ഷത്രം മാസങ്ങളായിട്ട് ആകാശമണ്ഡലത്തിൽ നിൽക്കുകയാണ്. അതിനെ ഫോളോ ചെയ്ത് ഇവിടെ വരുമ്പോൾ യേശുക്രിസ്തു ശിശുവായിട്ട്, തീരെ ശിശു അല്ല, അവൻ അല്പം കൂടെ പ്രായമായിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എപ്പോഴാണിത് വന്നതെന്നുള്ള സംശയം. 2 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കൊല്ലാൻ. അപ്പോൾ ഏകദേശം 2 വർഷത്തോളം സമയം എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് ഹെരോദാവ് മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്തത്. അത് ചോദിക്കുന്നില്ലേ. എന്നാൽ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചിട്ട്, നിങ്ങൾ ചെന്ന് ഈ ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിനെ വന്നു എന്നെ അയപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുൻപായി പൊയ്ക്കൊണ്ടേയിരുന്നു. ദൈവം ആകാശമണ്ഡലത്തിൽ അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. അത് അറിയിക്കേണ്ടവരെ അറിയിച്ചു. വിദ്വാൻമാർ വന്നു. അവർ 3 തരത്തിലുള്ള ദൈവപുത്രന് കൊടുക്കേണ്ടതായിട്ടുള്ള 3 സമ്മാനം. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു വീണു. ആരെ നമസ്കരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്? അമ്മയെന്നല്ല, അവനെ നമസ്കരിച്ചിരിക്കുന്നു. നമസ്കരിക്കാൻ ഒരാളെ ഉള്ളൂ. പിന്നെ മാതാവിന് ഇഷ്ടമല്ല അമ്മയെ നമസ്കരിക്കാൻ. നമ്മൾ ആ സത്യം മനസ്സിലാക്കണം. മാതാവിനെ അല്ല ദൈവം നമസ്കരിക്കാൻ ഉദ്ദേശിച്ച, ശിശുവിനെ നമസ്കരിച്ചു എന്ന്. അമ്മ ആവശ്യമുണ്ട്. അമ്മയ്ക്ക് ദൈവത്തിൻ്റെ സ്ഥാനമല്ല. നമുക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ വചനം എഴുതിയിരിക്കുന്നു, ശിശുവാണ് രോഗരക്ഷിതാവായിട്ട് വന്നത്. ശരിയാണ്, ഒരമ്മ ആവശ്യമുണ്ട്. മാതാവിന് കൊടുക്കേണ്ട സ്ഥാനവും ബഹുമാനം. പക്ഷെ വർഷിപ്പിംഗ് ഈസ് നോട്ട് അലൗഡ് ഈവൻ ഫ്രം ദ വെരി ബിഗിനിങ്, ബിക്കോസ് ഹി സേസ് ദാറ്റ് അമ്മയായ മറിയോടുകൂടെ കണ്ടു. അവർ ശിശുവിനെ വീണ് നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് യേശുക്രിസ്തുവിനെ പൊന്ന്, കുന്തിരുക്കം, മൂര് കാഴ്ചവെച്ചു. ഹെരോദ രാജാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ദൈവം നക്ഷത്രത്തെ അയച്ചു. യേശുക്രിസ്തുവിൻ്റെ പേരെന്താണെന്നറിയാമോ? ഉദയ നക്ഷത്രം, മോർണിംഗ് സ്റ്റാർ. ആകാശമണ്ഡലം അത് വെളിപ്പെടുത്തി. വിദ്വാൻമാരത് മനസ്സിലാക്കി. അവർ വന്നിട്ട് ഒരു രാജാവിൻ്റെ പദവിക്കുള്ള പൊന്നെ, മൂര്, കുന്തിരുക്കം. പൊന്നെന്തിനെ കൊടുക്കുന്ന? രാജാവിൻ്റെ പദവി. മൂറും കുന്തിരുക്കവും സൗരഭ്യവാസനയുള്ളതാണ്.
ക്രിസ്തുവിൻ്റെ വരവ് നമ്മളെ സൗരഭ്യവാസനമുള്ള ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കി മുന്നിനും മൂരിനും മരിച്ചു കിടക്കുമ്പോൾ അടക്കുന്നതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്നും, പിന്നെ സൗരഭ്യവാസനയുള്ള പ്രാർത്ഥനയായിട്ട് തൻ്റെ കുന്തിരുക്കത്തിൻ്റെ മണം മോളിലോട്ട് കയറിച്ചിരുന്നൊക്കെ വെളിപ്പാടിനകത്ത് തൻ്റെ ഇതൊക്കെ നമുക്കറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളോട് ദൈവദൂതന്മാർക്ക് ദൈവത്തിൻ്റെ സാക്ഷ്യം പറയുന്ന എത്രയോ ചിഹ്നങ്ങൾ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവദൂതന്മാർ വന്നിട്ട് ആട്ടിടയന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ലോകരക്ഷിതാവ് യേശു ക്രിസ്തു ഉദിച്ച് വന്നിരിക്കുന്നു, ദാവീദിൻ്റെ കുലത്തിൽ വന്നിരിക്കുന്നു, അവനെ എവിടെ പോയി കാണണമെന്ന് അവരോട് പറഞ്ഞു. എന്നാൽ ഇവിടെ ദൈവം തമ്പുരാൻ 3 വിദ്വാൻമാരോട് കാണാൻ പറയുമ്പോൾ ഹെരോദാവിൻ്റെ രാജ്യത്തിൽ ബേത്ലഹേം എന്ന സ്ഥലത്ത് യേശു ക്രിസ്തുവുള്ള എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ് തിരിച്ച് ആ വഴിയെ പോകരുതെന്ന്. കാരണം ഹെരോദാവിൻ്റെ ചിന്ത ശരിയല്ല എന്ന്. ഹെരോദാവ് ചിന്തിക്കുന്നത് പോലും ദൈവത്തിന് മനസ്സിലാക്കുന്നില്ലേ? നമ്മുടെ ഓരോ ചിന്തയ്ക്കും വിലയുണ്ട്, അത് കർത്താവിന് മനസ്സിലാക്കാൻ. അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു, നീ എഴുന്നേറ്റ് ശിഷ്യനെ കൊണ്ട് മിസ്രൈമിലേക്ക്. അങ്ങനെ അവർ അന്ന് രാത്രി തന്നെ മിസ്രൈമിലേക്ക് പോയി അവർ രക്ഷപ്പെടുകയാണ്. ഹെരോദാവ് ഇതറിഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു? ഹെരോദന് സഹിക്കത്തില്ല. കാരണം നമ്മളെ അവരും കൂടെ കളിപ്പിച്ച് 2 വയസ്സിന് പ്രായം കുറവുള്ള എല്ലാ ആൺമക്കളെയും കൊല്ലുവാനായിട്ട് ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സത്യവെളിച്ചം വന്നപ്പോൾ ഹെരോദാവിന് ഭയമായി, യെരുശലേം ഭയപ്പെട്ടു, യെരുശലേമും ഭയപ്പെട്ടു, ഹെരോദാവും ഭയം. അവിടെ കഴിഞ്ഞിട്ട് വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ച് വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബേത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. റാമയിലൊരു ശബ്ദം കേട്ട്, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഖേൽ മക്കളെ ചൊല്ലി കരഞ്ഞു, ഇവർ ഇല്ലായികയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു എന്ന് യെരമ്യാ പ്രവാചകൻ മുഖാനന്തരം അരുളിച്ചെയ്ത് നിവൃത്തിയായി. യെരമ്യാ 31:15 എഴുതി. റാമയിലൊരു ശബ്ദം കേട്ട് കരച്ചിലും വലിയ നിലവിളിയും. എന്താണ്? സ്ത്രീകൾ കൂട്ടമായിട്ട് കരയാണ്. റാഖേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. റാഖേൽ മക്കളെ ചൊല്ലി കരയുകയാണ്. റാഖേലിൻ്റെ മക്കൾ യാക്കോബ് യേശാവുമാണ്. അനുഗ്രഹം കിട്ടേണ്ടത് യാക്കോബിനാണെന്നറിയായിരുന്നു. എന്നാൽ യേശാവിന് കൊടുക്കാൻ അപ്പൻ തയ്യാറായപ്പം അമ്മ പറഞ്ഞു കൊടുത്തു, ഇല്ല, നീ ചെന്നിട്ട് അനുഗ്രഹം വാങ്ങിക്കണം. മകൻ ചോദിക്കുന്നുണ്ട്, യാക്കോബ് ചോദിക്കും, ഞാൻ ചെന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ, എൻ്റെ ദേഹത്ത് രോമമൊന്നുമില്ലല്ലോ. അപ്പോൾ അമ്മ പറയുന്നു, സാരമില്ല, നീ ചെല്ല്, ആ ശാപം എൻ്റെ മേലിരിക്കട്ടെ എന്ന്. നമ്മൾ ഓരോ അനുഗ്രഹത്തിന് വരെ ശാപം വരുത്തിച്ചു. പിന്നെ അമ്മനെ കണ്ടിട്ടില്ല. ഇന്നിവിടെ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു ഉണ്ടായ രീതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് റാഖേൽ മക്കളെ ചൊല്ലി കരഞ്ഞ്, അവർ ഇല്ലായികയാൽ ആശ്വാസം. നമ്മുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുകയാണ്, നമ്മുടെ മക്കൾ നഷ്ടപ്പെടുകയാണ്. അധികാരം പറഞ്ഞ് ദുഷ്ടശക്തി കയറി വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ക്രിസ്തു ജനിക്കണം നമ്മുടെ ഹൃദയത്തിൽ. പുറമേ ജനിക്കണം, നമ്മളിൽ ജനിക്കണം, നമ്മുടെ ഭർത്താക്കന്മാർ ജനിക്കണം, മക്കൾ. തടസ്സങ്ങൾ വരും, പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ യേശു ക്രിസ്തുവിനെ അവിടുന്ന് രക്ഷപ്പെടുത്തി മാറ്റി. പിന്നെ ഈ രാജാവ് മരിച്ചു കഴിഞ്ഞിട്ടാണ്, ഈ ഹെരോദാവ് മരിച്ചു കഴിഞ്ഞിട്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. അടുത്ത അധ്യായങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്, അടുത്ത പാരഗ്രാഫിൽ. അപ്പം ദൈവം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണേ, ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ജനിച്ചു വരുമ്പോൾ നമ്മളിലൊരു ഹെരോദാവ് പൊങ്ങി വരുന്നുണ്ടോ? നമ്മളൊരു മഹാപുരോഹിതൻ നമ്മളിൽ പൊങ്ങി വരുന്നുണ്ടോ? ഒരു ന്യായശാസ്ത്രം നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ? അതെല്ലാം നമ്മൾ പറയുന്ന പോലെ നടക്കുന്നില്ല എങ്കിൽ നമ്മൾ ഈ 3 പേരുടെയും സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെ ക്രിസ്തു വരുന്നുവോ അവിടെ ഒരു യുദ്ധമുണ്ട്. അതാ പറയുന്നുണ്ടല്ലോ, ഞാൻ സമാധാനത്തിനൊന്നും അല്ല വരുന്നതെന്ന്. കാരണം സമാധാനം ഇത് ആത്മാവിൻ്റെ കാര്യമല്ലേ. ആത്മാവും ജഡം കൂടെ യുദ്ധം വരുമ്പം അപ്പനും മക്കളും കൂടെ, അമ്മായിമ്മയും മരുമക്കളും കൂടെ, ഇതൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ട്. പറയുന്നതിൻ്റെ റീസൺ എന്താ? ആത്മാവിൻ്റെ ജനനം വരുമ്പോൾ ജഡം ശക്തമായിട്ട് ഒരു ഹെരോദാവ്, ഒരു പ്രവാചകൻ, മഹാപുരോഹിതൻ, ഒരു പുരോഹിതൻ, അതല്ല ഒരു ന്യായശാസ്ത്രം നമ്മളിലുണ്ടോ? ശ്രദ്ധിച്ച് നോക്കണേ. നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. എന്ത് വന്നാലും. റാമയിൽ കരച്ചിലുണ്ട്, റാഖേൽ കരയുകയാണ്, നമ്മളും നമ്മളെ മക്കളെ ചൊല്ലി കരയുകയാണ്. ഒറ്റ മൂലയായിട്ടുള്ള ഉത്തരം, എൻ്റെ ഹൃദയത്തിൽ യേശു ജനിച്ചിട്ടുണ്ടോ? ചോദ്യമാണ്.
ഉറപ്പില്ല എങ്കിൽ ഉറപ്പിക്കണം. അതാണ് രക്ഷ. യേശുവിൽ കൂടെ അല്ലാതെ ആത്മാവ് പകരത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ക്രിസ്തുവേശുവിൽ കൂടെ മാത്രമാണ്. ഇത് പറയുമ്പം പലരുടെയും വേദന ഇങ്ങനെ നെഞ്ചിനകത്ത് ഇങ്ങനെ വേദന ഇങ്ങനെ ആത്മാവിൽ എനിക്ക് ദൈവം കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാക്യം കൂടെ എടുക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 10. നമ്മൾ പല ക്രിയകൾ നമ്മൾ ചെയ്യും, പക്ഷെ വചനം, ഇപ്പം ഞാൻ വക്കീലാണെങ്കിൽ കോടതിയിൽ ചെന്നിട്ട് ഞാൻ എന്നൊക്കെ കാണാൻ പറഞ്ഞാലും ജഡ്ജ് വിൽ ഹിയർ മീ. അത് കഴിഞ്ഞിട്ട് അവർ ജഡ്ജ് പറയും ആ ബുക്ക് ഇങ്ങോട്ട് തരാൻ പറയും. ഏതാ നീ എവിടുന്ന് ആർഗ്യൂ ചെയ്ത് അതിങ്ങോട്ട് തരാൻ പറയും. എന്നിട്ട് ആ ബുക്കിൽ നോക്കി സെക്ഷൻ വെച്ച് അവർ എഴുതത്തുള്ളൂ. അതുതന്നെയാണ് സ്വർഗീയ കോടതിയിലും. അതുകൊണ്ട് ആരെങ്കിലും ഇത് ചുമ്മാ എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ട് എന്ന് വിചാരിച്ചാൽ ശരിയാകത്തില്ല. റോമർക്ക് എഴുതിയ 10:9 യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീ നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും പറയുന്നു. അവനിൽ വിശ്വസിക്കുന്നതിന് ഒരു നാടും ലജ്ജിച്ചു പോയില്ല. ഈ ഒരു വാക്യം കാണാതറിയണം. ഇതിൻ്റെ കൂടെ 1 യോഹന്നാൻ 5:11-13 ഈ വാക്യങ്ങൾ ഹൃദയത്തിൽ എഴുതണം. എന്നെ കേൾക്കുന്ന ഞാൻ പലരോടും പറയുകയാണ്, ഇത് പരിശുദ്ധാത്മാവ് ഗ്രീവ് ചെയ്യുന്നു എൻ്റെ ഉള്ളിൽ. പലർക്കും ഈ ഒരു ഏരിയയിൽ എനിക്കറിയാം. ഞാൻ ഈ അടുത്തിടെയല്ല ഒരാളോട് മരിക്കുന്ന അവസ്ഥയിൽ സ്വർഗത്തിൽ പോകാൻ ഉറപ്പുണ്ടോ? ആർക്കറിയാമെന്ന്? ആർക്കെങ്ങനെയോ കർത്താവിൻ്റെ ആത്മാവിടെ ഉള്ളിലുണ്ട്, നമ്മളറിയത്തില്ലേ? അറിയാതിരിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് എത്രയോ ശക്തമായിട്ട് നമ്മുടെ ആത്മാവ് അത്ര ജീവനേ ഉള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവ് എപ്പോഴും പറയണം, ഐ ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. ഇത് ഈ വചനാടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഏറ്റു പറയുന്നെങ്കിൽ പിന്നെ ഈ വചനം കൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്. ഒരു കൊച്ചുകുട്ടി 12 വയസ്സുള്ള ഒരു പെന്തക്കോസ്തിലെ ഒരു കുട്ടി എന്നെ വിളിച്ചു വെച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ആൻറ്റി എനിക്ക് ഉറപ്പില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ എടുത്ത് വായിര് റോമർക്ക് എഴുതിയ ലേഖനം 10:9-10, 1 യോഹന്നാൻ 5:11-13 വരെ പറഞ്ഞു കൊടുക്കണം. ഞാൻ പറയുകയാണ്, സ്വീകരിക്കേണ്ട ചുമതല എൻ്റെ ജോലി ഞാൻ ചെയ്യുകയാണ്, ബാക്കിയുള്ളവർ സ്വീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, രക്ഷ എന്ന് പറയുന്നത് ഇമോഷനല്ല, വികാരത്തിലോ അല്ല ഞാനത് മറ്റുള്ളവരെന്തെങ്കിലും ചെയ്തുകൊണ്ടോ നേടിയെന്നല്ല. രക്ഷ എന്ന് പറയുന്നത് അവനവൻ നേടിയെടുക്കേണ്ടതാണ്. അത് എത്ര പ്രായമുള്ളവർക്കും വ്യക്തമായിട്ടും വേദപുസ്തകം വീട്ടിലുണ്ടല്ലോ. ഈ റോമർക്ക് എഴുതിയ ലേഖനം 10:9-10, 1 യോഹന്നാൻ 5:11-13 വാക്യങ്ങൾ വെച്ച് തന്നെത്താനെ വായിച്ചിട്ട് ദൈവത്തിലേക്ക് സമർപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കണേ അപ്പച്ച. എല്ലാവർക്കും ഇത് ആവശ്യമുണ്ട്, ഒരാൾക്ക് തന്നെയല്ല. ഇത് ഈ സ്വർഗകോടതിയിലെ വിധികർത്താവായ പിതാവാം ദൈവത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എന്നോടൊരു ചോദ്യമേ ചോദിക്കും, നീ അത് പറഞ്ഞു കൊടുത്തോ? ഇത് പറഞ്ഞു കൊടുക്കുക അപ്പച്ച. ഞാൻ വിശ്വസ്തയോടെ പറഞ്ഞു കൊടുക്കുന്നു. നിയമപ്രകാരമായിട്ട് ഇത് ആവശ്യമുണ്ട്, സ്വർഗകോടതിയിലും ഇത് ആവശ്യമുണ്ട്. അതുകൊണ്ട് കേൾക്കുന്ന അനേക ഹൃദയങ്ങളിലേക്ക് ഇത് ചെന്ന് പതിച്ചിട്ട് അത് അപ്പച്ചന് മുദ്ര ചെയ്ത് ദൈവമക്കളാക്കി എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, അടിയൻ്റെ കുടുംബത്തിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ സംശയമുള്ളവരുണ്ട് കർത്താവേ. അവരെയൊക്കെ നിൻ്റെ ആത്മാവിനെ കൊണ്ട് ആകർഷിക്കണമേ. ഒരു ദാഹമിട്ട് കൊടുക്കണമേ, ഒരു ഇച്ഛയിട്ട് കൊടുക്കണമേ. അതിനത് ചെയ്തേ പറ്റൂ. ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചാട്ടെ പിച്ച. എൻ്റെ വചനം അയക്കുന്നു, വചനം ജീവനാണ് കർത്താവേ. വചനം യേശുക്രിസ്തു തന്നെയാണ്. ഉണ്ടാകട്ടെ, വിശ്വാസമുണ്ടാകട്ടെ. ദാഹം ഇട്ട് കൊടുക്കപ്പിച്ച. നിന്നിൽ നിന്ന് പ്രാപിക്കട്ടെ ജീവൻ. നിത്യമായ ജീവനെ കൊടുത്തതിന് നന്ദി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.